ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. അങ്ങനെ ഞങ്ങളിന്ന് ചെറുതായിട്ടൊരു നോമ്പ് തുറ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാരൊന്നുമില്ല, അങ്ങനെ നോമ്പ് തുറന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ സ്വന്തം ആൾക്കാർ തന്നെയാണ്. ഉമ്മച്ചിയും അതേപോലെ പെങ്ങളും വരുന്നുണ്ട് കേട്ടോ. പിന്നെ വിചാരിച്ചു എന്തായാലും കുറച്ച് കടിയും അങ്ങനെ കാര്യമായിട്ടുള്ള നോമ്പ് തുറയും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒന്നും നോമ്പ് തുറ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താക്കി ഇതാ കുറച്ച് അല്ലറ ചില്ലറൊക്കെ സാധനങ്ങളൊക്കെ ഉമ്മയും ഉപ്പയൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു സാധനങ്ങളൊക്കെ ആദ്യം ഒന്ന് ഒതുക്കി പെറുക്കി ഒക്കെ അതിൻ്റേതായ സ്ഥലത്തും കാര്യങ്ങളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കരിവേപ്പിൻ്റെലേക്കൊരു കുപ്പിയിലിട്ടിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കരിവേപ്പിൻ്റെലേക്ക് ഊരി കുപ്പിയിലിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റി. അങ്ങനെ ആകുമ്പോൾ കുറേ കാലം അങ്ങ് നിൽക്കുമല്ലോ, പെട്ടെന്ന് കേട് വരാണ്ട് അങ്ങനെ നിന്നോളുമല്ലോ എന്ന് വിചാരിച്ചു. അതിനുശേഷം പിന്നെ കല്ലുമ്മക്കായ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞി കല്ലുമ്മക്കായ ആയിരുന്നു, അതുകൊണ്ട് നന്നാക്കാൻ കുറച്ച് പാടുപെട്ടു കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള കല്ലുമ്മക്കായ ആണെങ്കിൽ നന്നാക്കാൻ നല്ല സുഖമായിരുന്നു. പക്ഷേ കുഞ്ഞു കുഞ്ഞു കല്ലുമ്മക്കായ ആയതുകൊണ്ട് കുറച്ച് എന്താ പറയുക നല്ലോണം ഇടങ്ങാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും വിചാരിച്ചു കല്ലുമ്മക്കായൊക്കെ നന്നാക്കി വെച്ചാൽ കുറച്ച് പണിയൊക്കെ നേരത്തെ തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാനൊക്കെയുള്ള രീതിക്കായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ കല്ലുമ്മക്കായൊക്കെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ നിറച്ചും മണലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിന് ശേഷം പിന്നെ കട്ട്ലൈറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കട്ട്ലൈറ്റ് ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്കുന്നില്ല, പക്ഷേ മസാലയും കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പിന്നെ ഉള്ളി അരിയാന്ന് വിചാരിച്ചിട്ട് ഉള്ളിയും അതിന് വേണ്ട മസാലയ്ക്ക് വേണ്ട കരിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ്, പിന്നെന്താ ഈ വക സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ബാക്കി പണികളും കാര്യങ്ങളൊക്കെ ഉമ്മ അപ്പുറത്ത് എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഓരോ പണി ഉമ്മ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉള്ളി നല്ല കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല എരിവുണ്ടായിരുന്നു ഉള്ളിക്ക്. കുറച്ചങ്ങ് അരിഞ്ഞെത്തിയപ്പോൾ എൻ്റെ കണ്ണെല്ലാം കൂടെ ആകെ ഭയങ്കര അവസ്ഥയായിട്ടുണ്ടായിരുന്നു. ഒക്കെ സത്യം പറഞ്ഞാൽ നല്ലോണം കണ്ണിന്ന് വെള്ളമൊക്കെ ഒലിച്ചിട്ടുണ്ടായി. നല്ല എരിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം എരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റൊന്നും പ്രശ്നമില്ലായിരുന്നു, എനിക്കിഷ്ടമായി ഉള്ളി എരിയുന്ന പണി. പക്ഷേങ്കിൽ അങ്ങനെ എൻ്റെ കണ്ണ് എരിയാറില്ല. പക്ഷേ ഇന്ന് ഭയങ്കരമായിട്ട് എന്താണെന്ന് അറിയില്ല, ഉള്ളിക്ക് ഭയങ്കര നീറ്റലായിരുന്നു. കണ്ടോ ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നല്ല നീറ്റലുണ്ടായിരുന്നു, നല്ലോണം കണ്ണിന്ന് വെള്ളം ഒലിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് വൈകുന്നേരത്തേക്ക് എന്തായാലും ആക്കണമല്ലോ. അങ്ങനെ ഞാൻ ഒരേ കട്ടിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ഇനിയിപ്പം പച്ചമുളകും ബാക്കി സാധനങ്ങളൊക്കെ അല്ലറ ചില സാധനങ്ങളൊക്കെ അരിയാനും പിടിക്കാനൊക്കെ ഉണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കട്ട്ലൈറ്റും പിന്നെ കല്ലുമ്മക്കായും അതുപോലെ കായ്പോളയാണ് കേട്ടോ. 2 കായ്പോള ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഉണ്ടാവുമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടുള്ളത്. അപ്പം ഒക്കത്തിൻ്റെ സാധനങ്ങളും നേരത്തെ നമുക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ കായ്പോളക്കുള്ള പഴമൊക്കെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ ഒന്ന് നെയ്യിലിട്ട് ഇതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നേരത്തെ തന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ആ ഒരു സമയത്ത് പെട്ടെന്ന് കായ്പോളൊക്കെ പിന്നെ പെട്ടെന്നാവുന്ന സാധനങ്ങൾ, പിന്നെ 2 ഉണ്ടാക്കണം. അതുകൊണ്ട് ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആവുന്ന കാര്യമായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാനിതാ അവിടെ പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ നേരത്തെ ഉള്ളീൻ്റെ നീറ്റിൽ ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പം കട്ട്ലൈറ്റ് ബ്രെഡ് പൊടിക്കാനുണ്ട്. ബ്രെഡും പൊടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ ബ്രെഡൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. പിന്നെ ഉരുളക്കിഴങ്ങും അതേപോലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിക്കില്ല, അതുകൊണ്ട് കുറച്ചധികം ഞാനിപ്പോൾ ഉള്ളി വാട്ടുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉള്ളി വാട്ടാന്ന് വിചാരിച്ചു. ഉള്ളിയെല്ലാം വാട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഒക്കെ സെറ്റാക്കി വെച്ചാൽ ലാസ്റ്റ് പൊരിക്കേണ്ട ഒരു പണി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അതായത് ആ ഒരു ടൈം എടുക്കുമ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നിട്ടായിരുന്നു. പക്ഷേങ്കിൽ ലാസ്റ്റ് നിമിഷം വെച്ചിട്ട് ഒക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളി വഴന്ന് വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഉരുളക്കിഴങ്ങിൽ സാധാരണ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇടാത്തതുകൊണ്ട് ഇടാൻ മറന്നു പോയതുകൊണ്ട് ഞാനിതിൽ കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഉരുളക്കിഴങ്ങും ഒന്ന് സ്മാഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാം കൂടെ ഒന്നിച്ച് പിന്നെ സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അതും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഉള്ളി വന്നു അതിലേക്ക് മല്ലിച്ചപ്പും കരിവേപ്പിൻ്റെ ഇലയും അതേപോലെ പച്ചമുളക് ഞാൻ പേസ്റ്റ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക ടേസ്റ്റ് ഉണ്ടാവും, ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കില്ലല്ലോ മുളക്. അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ലോണം വഴന്ന് വരണം. അപ്പോൾ അത് നല്ലോണം സെറ്റാക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കല്ലുമ്മക്കായ ഇതവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബീഫ് കറി വെക്കാമെന്നാട്ടോ വിചാരിച്ചത്. ബീഫ് കറിയല്ല, ബീഫ് വരട്ടുന്നതും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായി. അങ്ങനെ ബീഫ് വരട്ടാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ ആക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പണിയൊക്കെ ഉമ്മയാണ്, ഈ കടികൾ മാത്രമേ ഞാൻ ആക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കറി എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ തേങ്ങ അരച്ചതും അതേപോലെ ബീഫ് വരട്ടും പിന്നെ എന്താ പത്തിരി, നൈസ് പത്തിരിയാണെന്ന് വിചാരിച്ചത്. നൈസ് പത്തിരിക്ക് നമുക്ക് തേങ്ങ അരച്ച കറി വേണമല്ലോ, അപ്പോൾ അങ്ങനെയാട്ടോ വിചാരിച്ചത്. പിന്നെ ബീഫ് ഒന്ന് വരട്ടാമെന്ന് വിചാരിച്ചു. അതേപോലെ പിന്നെ ഞങ്ങൾ മന്തി പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മന്തിയും അൽഫാം നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് സംഭവങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താക്കി, ഈ നമ്മൾ ഉരുളക്കിഴങ്ങ് നേരത്തെ വെച്ച മിക്സ് ഒന്ന് സെറ്റാക്കി കട്ട്ലൈറ്റിൻ്റെ രൂപത്തിലൊക്കെ ആക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ കല്ലുമ്മക്കായ് നിറച്ചിട്ടുണ്ട് കേട്ടോ. കല്ലുമ്മക്കായ് നിറച്ചത് ആവിക്ക് വേവിക്കാൻ വെച്ചു. അതായത് ഈ കട്ട്ലൈറ്റിൻ്റെ ഈ മിക്സ് മുട്ടയിലും ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയെടുക്കുന്ന സമയം കൊണ്ട് അത് എന്താ പറയുക, ആവി കയറ്റി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇടയ്ക്ക് ഞാൻ എന്താക്കി, ഈ ഒരു പിന്നെ ബ്രെഡ് ക്രംസൊക്കെ പൊടിച്ചെടുത്ത് പിന്നെ മുട്ടേനെ വെള്ളയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് മിക്സൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാൻ കേട്ടോ. അതായത് ഇപ്പോൾ തന്നെ മുക്കിയൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് നമുക്ക് പൊരിക്കാനുള്ള കണ്ടീഷനിൽ ഒക്കെ എന്താ പറയുക അങ്ങനെ ആക്കി എടുക്കാൻ കേട്ടോ. സോറി ഗൈസ്, ബാക്കിൽ കുക്കർ കൂക്കുന്നുണ്ട്, അത് കരിയാക്കണ്ട. അങ്ങനെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഫ്ലോപ്പ് മൊത്തത്തിൽ ഫ്ലോപ്പായി. അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ട് ബ്രെഡ് ക്രംസിലും മുട്ടേൻ്റെ ഇതിലൊക്കെ മുക്കിയെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കായ്പോളയുടെ പരിപാടി നോക്കണം. അങ്ങനെ ഞാൻ പാനൊക്കെ വെച്ചു, കായ്പോള ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങി കേട്ടോ. അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു, ഒരു 4:30-5 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, പക്ഷേ സമയം പോയതായിരുന്നില്ല. അങ്ങനെ കായ്പോള ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി പൊരിക്കലും പിടിക്കലും ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഇവിടെ നല്ല ബീഫ് കറി ഉണ്ട്, സോറി ഗൈസ്, ബീഫ് വരട്ടിയതുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ തേങ്ങരച്ച കറിയാണ്. നമുക്ക് നൈസ് പത്രിക്ക് തേങ്ങരച്ച കറിയാണല്ലോ എല്ലാവരും കഴിക്കാം. ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ തരിയും കാച്ചിട്ടുണ്ട്. നമുക്ക് തരി പ്രധാനമാണ്, പക്ഷേങ്കിൽ തരി ഞാൻ കുടിക്കലില്ല, എനിക്കിഷ്ടമില്ല തരി. അങ്ങനെ ഇവിടെ അമ്മ തരി കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മൾ നേരത്തെ കായ്പോളൊക്കെ സെറ്റാക്കി വെക്കുന്നായിരുന്നല്ലോ. അപ്പോൾ കായ്പോളൻ്റെ പഴം വഴന്ന് വരുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു അതിൻ്റെ മിക്സും കൂടെ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ 3 മുട്ട 2 പഴമാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ 3 മുട്ട എന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 2 സെറ്റാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, കാരണം ഒന്നിച്ചങ്ങ് ഉണ്ടാക്കുമ്പം എനിക്കാവില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു 2 സെറ്റാക്കി ഉണ്ടാക്കാം. അങ്ങനെ 2 പഴത്തിന് 3 മുട്ട എന്നുള്ള കണ്ടീഷനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് എന്താ പറയുക, ആവശ്യത്തിനുള്ള പഞ്ചസാര, മധുരം അധികം വേണ്ടവർക്ക് അധികം ചേർക്കാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ചേർക്കാം. പിന്നെ പഴത്തിലൊക്കെ മധുരം ഉണ്ടാവുമല്ലോ, അപ്പം ഒരു മിതമായ പഞ്ചസാര ഇടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഏലക്കായോ അല്ലെങ്കിൽ വാനില എസൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വാനില എസൻസ് ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി. വാനില എസൻസിൻ്റെ ചുവ അല്ലെങ്കിൽ നല്ലോണം അറിയും നമുക്ക്. അതുകൊണ്ട് ഒരു എന്താ പറയുക, ലേശം ഒരു തരിക്കൊരു എന്താ പറയുക, മുട്ടേൻ്റെ ആ ഒരു സ്മെല്ലൊന്നും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ആ മിക്സ് റെഡിയായപ്പോൾ ഞാൻ റെഡിയാക്കുമ്പോഴത്തേന് പഴം നല്ല രീതിക്ക് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പഴം ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പാനിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഒരു ഭാഗം മാത്രം ആ പഴവും ഇതൊക്കെ ഉണ്ടാവും, ബാക്കി മൊത്തം ആ മുട്ടയുടെ ഒരു മിക്സ് മാത്രം സ്പ്രെഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ പാനിൽ തന്നെ സ്പൂണും കൊണ്ട് ആ പഴമൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സ്ഥലത്തേക്കും മാക്സിമം എത്തിക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം ഇതിന് മുന്നേ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. കാരണം ഒരു ഭാഗം മാത്രം പഴം വന്ന് നിന്നിട്ട് ബാക്കി സൈഡ് മാത്രം എന്താ പറയുക, മുട്ട മാത്രമേ നമുക്ക് കഴിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ പഴം അതിൻ്റെ കൂടെ കിട്ടില്ല. അങ്ങനെ ആകുമ്പം വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങനെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ച ആ കല്ലുമ്മക്കായ് ആവിക്ക് വെച്ച കല്ലുമ്മക്കായ് നല്ല സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ചൂട് തണിയാനുള്ള സമയം ഉണ്ടായിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, സമയം പോയത് അറിഞ്ഞിക്കന്നെ ഇല്ല. അപ്പോൾ തീരെ സമയം ഉണ്ടായിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ആ കല്ലുമ്മക്കായ് ഒന്ന് ആക്കിയെടുക്കാം. അങ്ങനെ കൈ പൊള്ളിയിട്ടാണെങ്കിലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ കല്ലുമ്മക്കായൻ്റെ തോടൊക്കെ കളഞ്ഞ് ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ കായ്പോളയും നല്ല അസലായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു കായ്പോള ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി പൊരിക്കാനുള്ള കാര്യങ്ങൾ ബാക്കിയാണ്. ഇത് കണ്ടോ, ഞാൻ കല്ലുമ്മക്കായൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പത്തിരി ചുടാനുണ്ട്. ആകെപ്പാടെ കടിയെന്ന് പറയാൻ ആയത് ഈ കായ്പോള മാത്രമേ ആയിരുന്നു കേട്ടോ. പിന്നെ സമയം പോയത് അറിഞ്ഞില്ല. അതിൻ്റെ ഇടയിൽ ഒരു പാത്രമുണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചപ്പോൾ നമുക്ക് സമയം പോയതെന്ന് അറിഞ്ഞില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കട്ട്ലൈറ്റും കൂടെ വേഗം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ പരിപാടിയും കൂടെ നോക്കുകയായിരുന്നു കേട്ടോ. കട്ട്ലൈറ്റും കൂടെ വേഗം പൊരിച്ചെടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ ഇവിടെ പത്തിരി ചൂടുന്നുണ്ട്, അങ്ങനത്തെ പരിപാടി നടക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ചായിപ്പോയി, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അങ്ങനെ ഒക്കെ ഏതാണ്ട് സെറ്റാക്കി. പക്ഷേ ഈ വീഡിയോ കംപ്ലീറ്റ് അല്ല, എല്ലാവരും